ഭാരതത്തിൻ്റെ അഭിമാനമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഇത് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ, അതായത് സൈനിക ഹെലികോപ്റ്ററിൽ ഇത് പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വൻ ജനാവലിയാണ്. ലോകരാഷ്ട്രങ്ങളും ലോകമൊന്നടങ്കം മറ്റേ കാഴ്ച കണ്ട് ലോകരാഷ്ട്രങ്ങളെല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രാണപ്രതിഷ്ഠയാണ് ശരിക്കും അയോധ്യയിൽ ഇപ്പോൾ നടക്കുന്നത്. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം വൻ രീതിയിൽ തന്നെ വിപുലീകരിക്കുക, അതിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ് ഇപ്പോൾ നടക്കുന്നത്. വൻ തിരക്കാണ്. പാസ്സുള്ളവർക്ക് മാത്രമാണ് പ്രാണപ്രതിഷ്ഠ കാണുവാനായിട്ടുള്ള അനുവാദമുള്ളൂ. മറ്റുള്ളവരെല്ലാവരും മറ്റേ ടി വിയിലൂടെയും മറ്റും കാണുകയും നേരിട്ട് ഒരു ലക്ഷക്കണക്കിന് പേരാണ് ശരിക്കും അകത്ത് കയറാൻ പറ്റാതെ നിൽക്കുന്നു. അത്രയും വലിയ ഒരു ജനസമൂഹമാണ് ശ്രീരാമൻ്റെ അയോധ്യയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അയോധ്യ, അതായത് യു പിയിലെ അയോധ്യ ആകെ വൻ ജനാവലിയാണ്. രാമൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി തന്നെ കാത്തുനിന്ന പലരും കണ്ണീര് അണിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. ഈ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി തന്നെ ഭാരതീയരെല്ലാവരും തന്നെ ഓരോ പാരമ്പര്യപരമായ രീതിയിൽ വീട്ടിൽ പുഷ്പവൃഷ്ടി നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിപ്പോൾ ഒരു ജീവത്യാഗം പോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ. ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അവിടെ മന്ത്രവും എല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ആ ഒരു ശിലക്ക് തന്നെ ഒരു ജീവൻ വരുന്നത്. അത്ര കോടി മന്ത്രങ്ങൾ ചൊല്ലി ആ ശിലക്ക് ജീവൻ വെക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ പ്രതിഷ്ഠ മാത്രമുള്ളൂ. അത് ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് രാമൻ്റെ രൂപം, രാമൻ്റെ ജീവൻ കൊടുക്കുവാനും എല്ലാം ഇനി പ്രാർത്ഥനകളും മറ്റും കോടിക്കണക്കിന് രീതിയിൽ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഈ കാണുന്നത് പ്രാണപ്രതിഷ്ഠാ ദിനമാണ്. ഏറ്റവും അടുത്ത ഇത്ര അകലെ നിന്നാണ് നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തേക്ക് പോകാനുള്ള അനുവാദമില്ല. എങ്കിലും ശരി, സൈനിക ഹെലികോപ്റ്ററുകളും മറ്റും ഇത് വൻ രീതിയിൽ പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാം. ആകാശം തെളിഞ്ഞു നിൽക്കുന്ന അയോധ്യയുടെ അവസ്ഥയാണിത്. ആകാശത്തൊന്നും യാതൊരുവിധ മാറ്റങ്ങളും ഒന്നുമില്ലാതെ തന്നെ ശരിക്കും ആ പുഷ്പവൃഷ്ടി നടത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാം തന്നെ അയോധ്യയിൽ സംജാതമായിരിക്കുകയാണ്. ഇതാണ് അയോധ്യ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രം കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ. ബാക്കി എല്ലാം കിലോമീറ്ററുകളോളം ആണ് ഇവിടെ ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും മറ്റും, അന്താരാഷ്ട്ര വിമാനത്താവളം വരെ ഈ ഒരു ക്ഷേത്രത്തിന്, ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്നാണ് പറയുന്നത്. അത്രയും വലിയ രീതിയിൽ തന്നെയാണ് സംവിധാനങ്ങളും എല്ലാം. അയോധ്യയിൽ പരിസരത്ത് പോലെ, അതായത് പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ മാത്രമാണ് ഇവിടെ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. മണ്ണിനോടും മരങ്ങളോടും പ്രകൃതിയോടും എല്ലാം അനുവാദം, ആകാശത്തോടും പാതാളത്തോടും എല്ലാം അനുവാദം ചോദിച്ചിട്ടാണ് ഈ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. ഇത് ഇപ്പോൾ നിലവിൽ ഈ പ്രാണപ്രതിഷ്ഠാ ദിനം കാണുവാൻ തന്നെ ലോകത്തെ പല കോടി ജനങ്ങൾ പല ഭാഗത്തു നിന്നായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ശരി സുപ്രീം കോടതിയുടെ വിധിയായി പരിണമിച്ച ഈ ഒരു അയോധ്യ ക്ഷേത്രം ഇന്ന് ഏകദേശം ഒരു 10 തലമുറകൾ കഴിഞ്ഞാലും ശരി ഈ ഒരു ക്ഷേത്രം അനങ്ങാതെ നിൽക്കും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭൂമി കുലുക്കമോ മറ്റുമോ ഒന്നും വന്നാൽ ഈ ക്ഷേത്രത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതേ രീതിയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇത് ക്ഷേത്രം ഭാരതത്തിൻ്റെ അഭിമാനം.